പീരുമേട്ടിൽ നിരവധി തോട്ടങ്ങളാണ് പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നത്. ഇവിടുത്തെ തൊഴിലാളികൾ ദുരിത ജീവിതമാണ് നയിക്കുന്നതും. പൂട്ടിയ തോട്ടങ്ങൾ ഉൾപ്പെടെയുണ്ട്. ലയങ്ങളെല്ലാം ശോചനീയ അവസ്ഥയിലാണ്. മഴക്കാലമായതോടെ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചാണ് ഇത്തരം തോട്ടങ്ങളിലെ തൊഴിലാളികൾ കഴിഞ്ഞുകൂടുന്നതും. നിലവിൽ തോട്ടം മേഖലകളുടെ ഉൾപ്പെടെ നവീകരണം ഉണ്ടാകുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം പീരുമേട്ടിലെ തോട്ടം മേഖലയിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സന്ദർശനം നടത്തിയത്. എന്നാൽ ഇദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്ന തോട്ടത്തിലെത്തി പേരിന് സന്ദർശനം നടത്തിയെന്ന് വരുത്തി തീർത്താണ് മടങ്ങിയതെന്ന് പറയുന്നു. എന്നിട്ട് തോട്ടം മേഖലയിലെ ലയങ്ങളുടെ ഉൾപ്പെടെ നവീകരണത്തിന് പാക്കേജും പ്രഖ്യാപിച്ചിട്ടാണ് മടങ്ങിയത്. എന്നാൽ ഇത് ദുരിതമനുഭവിക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് ഗുണം ചെയ്യില്ല എന്നും ഇവർ പറയുന്നു. പൂട്ടിക്കിടക്കുന്നതും നിലവിൽ പ്രവർത്തനം പ്രതിസന്ധിയിലും ആയ നിരവധി തോട്ടങ്ങൾ പീരുമേടിന്റെ വിവിധ മേഖലകളിലുണ്ട്. മന്ത്രി ഈ മേഖലയിലെത്തിയാണ് തൊഴിലാളികളുടെ ദുരിതം നേരിൽ കാണേണ്ടിയിരുന്നത്. എന്നാൽ ഇതിന് തയ്യാറാകാതെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന തോട്ടത്തിലെത്തി സന്ദർശനം നടത്തി മടങ്ങിയത് തൊഴിലാളികളോട് കാണിക്കുന്ന വെല്ലുവിളിയാണെന്നും കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് പറഞ്ഞു. പീരുമേട്ടിലെ തോട്ടത്തൊഴിലാളി ലയങ്ങൾ ഏത് സമയവും തകർന്നു വീഴും, തൊഴിലാളികൾക്ക് ജീവഹാനി ഉണ്ടാകും എന്നുള്ള സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് തോട്ടം മേഖലയിൽ സന്ദർശനം നടത്തി. പീരുമേട്ടിലെ ഏറ്റവും നല്ല തോട്ടങ്ങൾ, ഏറ്റവും നല്ല ലയങ്ങളാണ് അദ്ദേഹം സന്ദർശിച്ചത്. CPMന്റെ BJPയുടെ നേതാക്കളൊക്കെ അദ്ദേഹത്തെ അനുഗമിക്കുകയുണ്ടായി. പീരുമേട്ടിലെ തോട്ടത്തൊഴിലാളി ലയങ്ങൾ ശ്രീ പി രാജീവ് കാണേണ്ടത് ഏറ്റവും മോശമായിട്ട് കിടക്കുന്ന, ഏത് സമയവും ഇടിഞ്ഞു വീഴാനായി കിടക്കുന്ന ലയങ്ങളാണ് അദ്ദേഹം പോയി കാണേണ്ടത്. അദ്ദേഹം ലയങ്ങളുടെ പുനരുദ്ധാരണത്തിനായിട്ട് വേണ്ടിയിട്ട് വലിയ പാക്കേജ് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല തോട്ടങ്ങളായ AVT കമ്പനിയിലാണ് അദ്ദേഹം സന്ദർശനം നടത്തി ഈ പാക്കേജ് പ്രഖ്യാപിച്ചത്. ഇവിടെ ഏറ്റവും മോശമായിട്ട് കിടക്കുന്ന തോട്ടങ്ങൾ നിരവധിയായിട്ടുണ്ട്. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളുണ്ട്. പൂട്ടാതെ തന്നെ പൂട്ടിയതുപോലെ തൊഴിലാളികൾക്ക് 5 മാസത്തെ ശമ്പളം പോലും കൊടുക്കാത്ത തോട്ടങ്ങളിലൂടെയുണ്ട്. ഈ തോട്ടങ്ങളിൽ മഴ പെയ്താൽ അവരുടെ പെയ്യുന്ന മുഴുവൻ വെള്ളവും അവരുടെ വീടുകളിൽ കാപ്പകൾ നിരത്തി വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തോട്ടങ്ങളിലാണ്, ആ ലയങ്ങളിലാണ് ഗവൺമെൻറ് ഈ പദ്ധതി നടപ്പിലാക്കേണ്ടത്. അതിനുവേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. തോട്ടം തൊഴിലാളികളുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രീ പി രാജീവ് അടിയന്തരമായിട്ട് ഇടപെട്ട് അദ്ദേഹം ഈ തകർന്നുപോയ ലയങ്ങൾ കൂടി സന്ദർശിക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്നാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ. പീരുമേട്ടിൽ തകർച്ചയിലായ ലയങ്ങളിൽ കഴിയുന്ന തോട്ടങ്ങളിൽ മന്ത്രി നേരിട്ടെത്തി സന്ദർശനം നടത്തി നിലവിലെ സാഹചര്യം വിലയിരുത്തണമെന്നും പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.